മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദളപതി വിജയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ പൊങ്കലിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സൂര്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സിനിമ ഇപ്പം പൊങ്കലിലാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റൂമർ നടക്കുന്നുണ്ട്. അതും നമ്മുടെ ഈ രണ്ട് സിനിമകൾ തമ്മിൽ ക്ലാഷും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. കാരണം ഇവർ രണ്ടുപേരുടെയും ലാസ്റ്റ് ക്ലാഷ് നടന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയുടെ ഏഴമറിവും അതേപോലെ തന്നെ വിജയുടെ ആണെങ്കിൽ വേലായുധം എന്ന് പറയുന്ന സിനിമയും തമ്മിലാണ് ക്ലാഷ് ആയത്. അതിനുശേഷം അവരുടെ സിനിമകൾ തമ്മിൽ ക്ലാഷ് ആയിട്ടേ ഇല്ല. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പിന് ശേഷം ഏതാണ്ട് ഒരു 12-13 വർഷത്തിന് ശേഷമാണ് ഇവരുടെ രണ്ടുപേർ സിനിമ ക്ലാഷ് ആകാൻ പോകുന്നത്. ഇതിപ്പോൾ ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ട്രെൻഡിങ് സംസാരമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാര്യം. അപ്പം എന്തായാലും അങ്ങനെ ആകുമോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കൺഫേം വന്നിട്ടില്ല. വിജയുടെ സിനിമ എന്തായാലും പൊങ്കലിന് 9-ാം തീയതി ഇറങ്ങുന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ അവർ പുറത്തുവിട്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് സൂര്യയുടെ സിനിമയാണെങ്കിൽ ജനുവരി തന്നെയാണ് വരുന്നത്, പക്ഷേ അത് ക്ലാഷ് ആയിരിക്കത്തില്ല, റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് അന്നായിരിക്കും ആ സിനിമ റിലീസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരുടെ സിനിമ ക്ലാഷ് റിലീസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. ഇപ്പം വിജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിജയ്ക്ക് നല്ല ബോക്സ് ഓഫീസ് പവർ ഉള്ളൊരു ആക്ടറാണ് നമ്മുടെ വിജയ് എന്ന് പറഞ്ഞ ആൾ. പക്ഷേ കുറേ നാളെ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കിട്ടിയിട്ട്, ഒരു പോസിറ്റീവ് വൈബിലുള്ള ഒരു സിനിമ കിട്ടിയിട്ട് കുറേ നാളെ. അതേപോലെ തന്നെ സൂര്യയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യയുടെ നല്ലൊരു പടം വന്നിട്ട് ഒത്തിരി നാളായി. ഇപ്പം ഈ വരുന്ന രണ്ട് സിനിമകളും നല്ലൊരു സിനിമകളാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് സിനിമകൾക്ക് അർഹിക്കുന്ന രീതിക്ക് ഒരു കളക്ഷനും ഓഡിയൻസിൻ്റെ നല്ലൊരു റെസ്പോൺസ് വരുവാണെങ്കിലും രണ്ട് കൂട്ടർക്ക് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കും രണ്ട് സിനിമകളും പോയി സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട നടൻ ഏതാണോ ആളുടെ സിനിമയ്ക്കായിരിക്കും നമ്മൾ നോർമലായിട്ട് ആദ്യം പോകുന്നത്. എന്നാലും മറ്റേ സിനിമയും കൂടെ പോയി നമ്മൾ കാണുക. എന്തായാലും രണ്ട് സിനിമയും നല്ല സിനിമയായിട്ട് മാറട്ടെ, ഫാൻസുകളെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തുന്ന രണ്ട് ചിത്രങ്ങളായിരിക്കട്ടെ. പിന്നെ നമ്മുടെ വിജയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയോട് കഴിഞ്ഞ് സിനിമാ ജീവിതം നിർത്തുമെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും നമുക്കത് ഒരു താല്പര്യമുള്ള കാര്യമല്ല. അദ്ദേഹം ഇനിയും തുടർന്ന് സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം നിങ്ങൾ ഈ സിനിമകളിലെ ഏത് സിനിമയ്ക്കായിരിക്കും ഫസ്റ്റ് ഡേ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.